പ്രത്യേകിച്ചൊരു മാറ്റവുമില്ലാതെ ഇന്നത്തെ ദിവസവും അതേപടി തന്നെ പോവുകയാണ്. ചിത്രം വരയ്ക്കണം, ക്ലാസ് എടുക്കണം. തൊട്ട് മുന്നേ കണ്ട എപ്പിസോഡിലെ ഒരു മുഖം എനിക്ക് എൻ്റെ പേപ്പറിലോട്ട് പകർത്തണം. ആരെ വരയ്ക്കും? ടെൻഷനായിരുന്നു. പക്ഷേ കുറേ മുഖങ്ങൾ പോയത് കൊണ്ട് തന്നെ, കുറേ മുഖങ്ങൾ കണ്ടത് കൊണ്ട് തന്നെ മുഖം തിരഞ്ഞെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അവസാനം ഞാൻ തിരഞ്ഞെടുത്തു. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. മണൽ നിറച്ച വലിയ വലിയ ചാക്കുകൾ, എനിക്ക് തോന്നുന്നു ഈ വെള്ളം അങ്ങോട്ട് അടിച്ച് റോഡിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഇവർ സെറ്റ് ചെയ്തിട്ടേക്കണേ. കണ്ടോ, വലിയ വലിയ മണൽ നിറച്ച ചാക്കുകൾ. ലക്ഷ്യവുമില്ലാതെ തുടങ്ങിയ യാത്രയായിരുന്നു. എത്തിപ്പെട്ടത് ചെറായിലാണ്. ചെറായിൽ എത്തിപ്പെട്ടതിന് ശേഷം എൻ്റെ ആദ്യം കണ്ണിലുടക്കിയത് ഈ സർപ്പക്കാവായിരുന്നു. ആ ചെറായി ബീച്ചിനടുത്ത് വരുന്ന ഒരു കുഞ്ഞു സർപ്പക്കാവ്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരുപാട് വഞ്ചികളൊക്കെ കവർ ചെയ്തും എന്താ പറയുക, ചെറിയ ചെറിയ ടച്ച് പണികളൊക്കെ ചെയ്തിട്ടേക്കുന്നത് കണ്ടു. ഈ കാണുന്നത് കക്കയാണ് കേട്ടോ. കക്ക നമ്മൾ കക്ക ഇറച്ചി തിന്നിട്ടില്ലേ, അതിന്റെ ഷെല്ല് ആയിട്ട് ഇത് കുമ്മായത്തിനൊക്കെ വേണ്ടി വിൽക്കാൻ വേണ്ടി ഇട്ട് വെച്ചേക്കണതായിരിക്കാം, കൃത്യമായിട്ട് അറിയില്ല. ഇത് കണ്ടിട്ടുണ്ടാവും. ഫോക്കസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള സർപ്പക്കാവിലാണ്. സർപ്പക്കാവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ വഞ്ചി അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ട് നിൽക്കുന്നുണ്ട്. വെള്ളക്കാരുടെ കടലിൽ പോണ വഞ്ചിയാണോ അതോ കടലിൽ പോണ വഞ്ചിയാകാനാണ് സാധ്യത. കണ്ടിട്ട് അത് റിപ്പയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പൊതുവെ പെയിന്റ് ഒക്കെ അടിച്ച് ഇട്ടേക്കണേ. മേലും മൊത്തം നല്ലൊരു വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയപ്പോ മൊത്തം നിറഞ്ഞു. നീ നിറഞ്ഞിട്ടില്ലേ? മുനമ്പം വരെ എത്തുക എന്നുള്ളത് ഇതുണ്ടായില്ല. പക്ഷെ മുനമ്പത്തെത്തി ആദ്യം ഞങ്ങൾ അവിടുത്തെ ഒരു കുഞ്ഞു ഹോട്ടലിൽ നിന്ന് ചെറിയ ഭക്ഷണം. ഇത് കുഞ്ഞു ഹോട്ടൽ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഒരു ചേച്ചി അല്ലെങ്കിൽ ചേച്ചിമാരുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം പുറത്തിറങ്ങിയപ്പോ ദേടാ അവിടെ 3-4 ചേച്ചിമാരിൽ കുറേ മീനുകൾ ഇങ്ങനെ വെട്ടി നുറുക്കുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോ ഈ സമയത്ത് മീൻ കുറവല്ലേ? ആണല്ലേ? വലിയ ചാള അല്ല, വലിയ അയില പറഞ്ഞത് ചേച്ചിയുടെ പേര്? ഈ ചേച്ചിയുടെ കടയിൽ നിന്നാട്ടാ ഞാൻ ഭക്ഷണം കഴിച്ചാൽ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. ചേച്ചിയുടെ പേര് അങ്ങനെ പറയാൻ പറ്റില്ല. ചേച്ചിയുടെ അവർക്ക് വേറെ എവിടെന്നോ ചെറിയ വർക്ക് കിട്ടിയതാണ്. മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലേക്ക് മീൻ വെട്ടി വൃത്തിയാക്കി കൊടുക്കണം. അതൊരു കൊട്ടേഷൻ വർക്ക് പോലെ എവിടെന്നോ കിട്ടിയ ഒരു ഫ്രീലാൻസ് വർക്കൊക്കെ പോലെ ഒരു വർക്കാണ് ആ ചേച്ചിമാരുടെ. നല്ലതിൽ വരട്ടെ. ആദ്യമൊക്കെ വീഡിയോ എടുക്കാൻ ഇച്ചിരി വിസമ്മതിച്ചെങ്കിലും പിന്നെ ചേച്ചിമാരെല്ലാവരും സമ്മതിച്ചു. മെനയായിട്ടൊക്കെ നല്ല സുന്ദരിയായിട്ടൊക്കെ ഞങ്ങൾ ആ വീഡിയോ ഒരു മുന്നോട്ടോ എന്ന് പറഞ്ഞാണ് സമ്മതിച്ചത്. ശരി, ഞാൻ അടിപൊളിയായിരിക്കും സുന്ദരിയായിരിക്കും എന്ന് പറയുകയും ചെയ്തു. മീൻ പിടിക്കുന്ന ആൾക്കാരുടെ ഇന്ററാക്ട് എത്ര മീൻ കിട്ടിയിട്ടുണ്ട്, മീൻ കിട്ടാൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു. അപ്പൊ ഇപ്പൊ നമ്മൾ നിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് മുനമ്പം ബീച്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. മുനമ്പം ബീച്ച്
മുനമ്പം ബീച്ചിൽ ഇതേപോലെ വാക്ക് വേയും ഇതൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കുറെ ഭംഗിയുള്ള കുറെ സ്ഥലങ്ങളാണ്. അതേപോലെ തന്നെ തൊട്ടപ്പുറ സൈഡിലായിട്ടാണ് മുനമ്പം ഹാർബർ വരുന്നത്. ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ മീനൊക്കെ കിട്ടുന്നുണ്ടോ? കിട്ടിയിട്ടില്ല, ഞാൻ ഇപ്പൊ വന്നുള്ളൂ. സമയം എടുക്കും വെള്ളത്തിലായിരുന്നുള്ള. മറ്റേ ട്രോളിംഗ് കഴിഞ്ഞ് ബോട്ട് പിന്നെ പോകുന്നുണ്ടല്ലോ, ദൂരത്തേക്ക് പോവില്ല. മഴ സമയമായതുകൊണ്ട് തന്നെ കടൽ ഇങ്ങനെ ആർത്ത് ഇരമ്പി ഇങ്ങനെ അടിച്ചടിച്ച് നിൽക്കുന്നുണ്ട്. ഇറങ്ങാനൊന്നും പറ്റില്ല. ഇറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇറങ്ങാനുള്ളൊരു അവസ്ഥയായിരുന്നു. അത് മാത്രമല്ല ക്യാമറ ഉണ്ട്, വീഡിയോ എടുക്കും. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മുനമ്പം ബീച്ചിലാണ്. മുനമ്പം ബീച്ചിൽ ഏതൊരു ഇപ്പോൾ ടൂറിസത്തിൻ്റെ ആകാം, ഇല്ലെന്നുണ്ടെങ്കിൽ ലൈഫ് ഗാർഡിൻ്റെ ബോട്ടാണെന്ന് തോന്നുന്നു. ആകെ വെള്ളമൊക്കെ കയറി ആകെ നശിഞ്ഞ് കിടക്കുന്നുണ്ട്. പാഷൻ കടലിൽ അല്ലെങ്കിൽ എനിക്ക് ആ സൈഡിൽ ടൂറിസം അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് സഞ്ചരിക്കാനുള്ള വണ്ടിയാണ് തോന്നുന്നത്. ഗവൺമെന്റിന്റെ വണ്ടിയായിട്ടാണ് തോന്നുന്നത്, അറിയില്ല എത്രത്തോളം എന്താണെന്ന്. ഈ ബോട്ട് ഇങ്ങനെ കിടക്കണപ്പോൾ എനിക്കൊരു സങ്കടം തോന്നുന്നുണ്ട്. കാരണം പല ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഗവൺമെന്റിന്റെ ബോട്ടുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ രക്ഷാ ബോട്ടുകളായിരിക്കാം, പലതരത്തിലുള്ള ബോട്ടുകൾ ഇങ്ങനെ നശിഞ്ഞ് കിടക്കുന്നത് ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. മേടിക്കും, പുത്തൻ ബോട്ടുകളൊക്കെ മേടിച്ച് ഒരു വർഷമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഉമ്മാരത് മെയിൻറ്റെയിൻസ് ഒന്നും നോക്കാതെ നശിച്ച് നാറാണക്കല്ലെടുപ്പിച്ച് പൊടിച്ച് നശിപ്പിക്കും. ഇതാണ് നമ്മുടെ അധികാരികളുടെ മെയിൻ പരിപാടികൾ. അങ്ങനെ അവിടുത്തെ ഭക്ഷണവും കഴിച്ച് അവിടുത്തെ വിശേഷങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് മുനമ്പം ഹാർബറിലേക്ക് ഒന്ന് എത്തണം. മുനമ്പം ഹാർബർ ഒന്ന് കാണണം. അതിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ അറിയില്ല. എന്തായാലും ഞങ്ങളൊന്ന് ചെന്ന് നോക്കാം എന്നുള്ള രീതിയിൽ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങി. അവിടെ ചെന്നപ്പം പെർമിഷൻ എടുക്കണം എന്ന് പറഞ്ഞു. പെർമിഷനൊക്കെ എടുത്ത് അതേപോലെ തന്നെ ചെറിയൊരു ടിക്കറ്റ് ഫീ ഉണ്ടായിരുന്നു, 20 രൂപ. അതെല്ലാം എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. അകത്ത് കയറിയപ്പോൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നാളെ ട്രോളിങ് കഴിയണ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളെല്ലാവരും തകൃതിയായിട്ടുള്ള കടലിലേക്ക് പോകാൻ വേണ്ടിയുള്ള തകൃതിയായിട്ടുള്ള പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ. വല നെയ്യുന്നു, പൊട്ടിയ വലകളെല്ലാം കറക്റ്റ് ചെയ്യുന്നു, അതുപോലെ കേബിളുകൾ കറക്റ്റ് ചെയ്യുന്നു, ബോട്ടുകൾ അടുപ്പിച്ചിടുന്നു. ഈ ഒരു आपका नाम? अजय. अजय और आपका? अरुण. അപ്പൊ ചേട്ടാ, ഞാൻ സ്കെച്ച് ആൻഡ് ട്രാവൽ എന്നൊരു ബ്ലോഗിന്റെ ഇതിനകത്താണ്. അപ്പൊ ഈ ട്രോളിങ് കഴിഞ്ഞിട്ട് ഇന്നത്തെ രാത്രിക്ക് വണ്ടി ഈ ബോട്ട് പോണാണ്. അപ്പൊ അത് അതിനെ കുറിച്ച് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടിയായിരുന്നു. രാത്രി 12 മണിക്ക് നമ്മൾ ബോട്ട് സ്റ്റാർട്ട്. നാളെ 1-ാം തീയതിയാണല്ലോ നമ്മൾ കടലിൽ. ഇത് പോയി കഴിഞ്ഞാൽ എത്ര നാൾ, ഇത് എത്ര ദിവസം കഴിഞ്ഞ പിറ്റേ ദിവസം പോരുന്ന ബോട്ടുകൾ? അതായത് ഇപ്പം 6 ദിവസം വരുന്നവരുണ്ട്, 7 ദിവസം കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട്, 10 ദിവസം കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട്. അതേ രീതിക്കാണല്ലോ. അത് കൊച്ചിലെ പണിക്ക് വന്ന് അങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ അത് എക്കോ സെൻറ്ററും BPS ഒക്കെ നോക്കും. പിന്നെ ഇപ്പൊ പഠിപ്പിക്കണ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? ചെന്നൈയിലുണ്ടല്ലോ. ഉണ്ടല്ലേ? ചെന്നൈ ലൈസൻസും ചെന്നൈയിൽ പോകില്ല, എടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് എല്ലാ ബോട്ടുകാർക്കും എല്ലാ സ്രാങ്കുമാർക്കും ലൈസൻസ് അത്യാവശ്യമാണ്. എല്ലാ സ്രാങ്കുമാരുടെയും ലൈസൻസ് ഉണ്ടാവും. ഇവിടെ ബോട്ട് ഇപ്പൊ ഇനിയിപ്പം പോയിട്ട് മീൻ വരുന്നത് മറ്റന്നാളേക്ക് തുടങ്ങിയിട്ട് അതായത് ഇന്ന് വിട്ടുകഴിഞ്ഞാൽ, ഇന്ന് രാത്രി വിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ 6 ദിവസത്തിലും വരും, ചിലപ്പോഴേ 4 ദിവസത്തിലും വരും. മീനുള്ളത് പോലെ ചോറെങ്ങനെ പറയുമോ അതേപോലെ തരും. നമുക്കിപ്പം അറിയാലോ, ഒരു 5 ലക്ഷം രൂപയ്ക്കുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയ്ക്കുണ്ടെങ്കിൽ എന്നാൽ നമ്മൾ കര പോകാമെന്ന് പറഞ്ഞിട്ട് അത്രയുള്ളൂ. പിന്നെ ഇപ്പം ആൾക്കാർ കൂടുതലാണ്. ഈ ഒരു 3 മാസം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിൽ കുറച്ച് ആൾക്കാർ കൂടുതലായിരിക്കും ബോട്ടിലുണ്ടാവും. അത് കഴിഞ്ഞാൽ സീസൺ ചെറുതായിട്ട് പണിക്കാർ കുറയും. പണിക്കാരും കുറയും. അപ്പോൾ ഞാനിപ്പോൾ ഈ ബോട്ട് ഹാർബറിൽ കിടക്കുന്ന ബോട്ടുകളിലൂടെ ഒന്ന് നടക്കണം കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കണേ. അങ്ങോട്ട് വന്നാൻ ഇവിടെ ഈ ബോട്ടിൻ്റെ തൊഴിലാളികളൊക്കെ കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ഇന്ന് രാത്രിത്തേക്കാണ് ഇത് പോകുന്നത്. അപ്പം അതിന് മുന്നേ ഉള്ള തയ്യാറെടുപ്പും ഭക്ഷണം കഴിക്കലും ഒക്കെ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കും. ഈ ചിക്കൻ കറി കണ്ടിട്ട് എനിക്കൊന്ന് കൊതിയായിരുന്നു തിന്നാൻ വേണ്ടി. പക്ഷെ ചോദിച്ചാൽ എന്നെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. സത്യത്തിൽ ഞങ്ങൾ നല്ല വിശപ്പിലായിരുന്നു.
ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഓരോ ബോട്ടിൽ ഓരോ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിയാൽ ഈ ബോട്ടിൽ വലകൾ കെട്ടി അല്ലെങ്കിൽ വല വലിച്ചു പൊക്കുന്ന കേബിളുകൾ അഴിച്ച് അതിന്റെ റിപ്പയറിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മുനമ്പം ഹാർബറിലെ സാറ എന്ന് പറഞ്ഞ ബോട്ടിനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ സംസാരിക്കുന്നത് ഈ ബോട്ട് കടലിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരണത്. എനിക്കിത് പുതിയ അറിവാണ് കേട്ടോ, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ബോട്ടിൻ്റെ അകത്തോട്ട് കയറുന്നത്. ഇതിനെന്താ പറയണത്? ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ബോട്ടിൻ്റെ അകത്തോട്ട് കയറുന്നത് കേട്ടോ, ഇങ്ങനെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര സർപ്രൈസാണ്. ചേട്ടൻ മലയാളിയാണ്, തമിഴാണ്. നാട് എവിടെയാണ് അപ്പോൾ? തമിഴ്നാട്, കന്യാകുമാരി. ആ, ഓക്കെ. ഇതാണ് ഈ ബോട്ടിന്റെ സ്രാങ്ക് എന്ന് വെച്ചാൽ ബോട്ടിന്റെ ഡ്രൈവർ അല്ലേ? ബോട്ടിന്റെ ഡ്രൈവർ ഓളിനോട് എങ്ങനെയാണ് കടലിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊക്കെ മാനേജ് ചെയ്ത് ഇത് ചെയ്യുന്ന മെയിൻ ആള് ഈ ബോട്ടിന്റെ. ഞാൻ ആദ്യമായിട്ടാണ് സ്രാങ്കിനെ കണ്ടത്. കടലിലേക്ക് പോകുമ്പോൾ മീൻ പിടിച്ചു കൊണ്ടുവന്ന് ഇതുപോലത്തെ ആ ചെറിയ ചെറിയ കളറുകളിലെ പല നിറത്തിലുള്ള ആ ബോക്സുകളിലാണ് കേട്ടോ. ഇതാ ബോട്ടുകളെല്ലാം ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഇട്ടേക്കണം. ഇതെല്ലാം നാളെ കാലത്തെ അല്ലെങ്കിൽ ഇന്ന് രാത്രി 12 മണിയാകുമ്പോൾ കടലിലേക്ക് ഇറങ്ങും. ഈ ബോട്ടുകൾ ഇങ്ങനെ നിരന്ന് കിടക്കണതാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നോക്കി, നല്ല ഭംഗിയാണ് ഇങ്ങനെ നിരന്ന്. അതും കളേഴ്സും ഈ ബോട്ടിന്റെ കളേഴ്സും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം എവിടെ നിന്ന് ദൂരെ നിന്ന് കടലിലാണെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്ന കളേഴ്സ് ആയിരിക്കാം എനിക്ക് തോന്നുന്നത്. ഇങ്ങനത്തെ ഭയങ്കര ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ടാക്സിക്കൊക്കെ കാണുന്ന പോലെ ഒരു സ്ഥിരം ഇങ്ങനെ കളർ കൊടുക്കണം എന്ന് നിയമം ഉണ്ടായിരിക്കാം. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ അത് പറയണം. ഒരു സൈഡിൽ കേബിളുകൾ വലിച്ചിട്ട് മറ്റൊരു സൈഡിൽ വലകൾ എന്താ പറയുക നെയ്യുന്നു, അല്ലെങ്കിൽ പൊട്ടിയ വലകൾ കറക്റ്റ് ചെയ്യുന്നു. വേറെ സൈഡ് വല വലിച്ച് ബോട്ടിന്റെ അകത്തോട്ട് കയറ്റുന്നു. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഒരു 3 പേര് പിടിച്ചിട്ടൊന്നും ഈ വല പൊങ്ങുന്നില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം കരുത്ത് വേണം ഇത് കടലിലോട്ട് എറിഞ്ഞ് തിരിച്ച് വലിച്ചു കയറ്റി. അവരുടെ ബോഡി മെയിൻറ്റെയിൻസും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഫിസിക്കൊക്കെ ഞാനിങ്ങനെ ആലോചിക്കണായിരുന്നു. കാരണം നമ്മളൊക്കെ ഒരു ചെറിയ രീതിയിൽ, ഞാനൊക്കെ ചെറിയ രീതിയിലൊക്കെ ഇതേപോലെ തന്നെ ചെറിയ ടയേർഡായി പോകും. കാരണം അത്രയ്ക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് വേണ്ട ഒരു ജോലിയാണ് ഈ മീൻ പിടുത്തം എന്നൊക്കെ പറയുന്നത്. ബോട്ടിൽ പോയി, പ്രത്യേകിച്ച് കടലിൽ പോയി മീൻ. ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞ, ഞാനും ആദ്യമായിട്ടാണ് ബോട്ടിൽ. നമ്മളൊക്കെ മീൻ തിന്നിട്ടുണ്ട്, പക്ഷെ ബോട്ടിൽ ഇത് നമ്മുടെ ബോട്ടില് പേര് ഏത് ബോട്ടിലാണ് പണിയെടുക്കണം? സാറയില്. നമ്മൾ ഇത് ചെയ്ത് സാറ ബോട്ടിലുള്ള ആദ്യം നമ്മൾ കയറിയ ബോട്ടിലുള്ള സ്കെച്ച് ആൻഡ് ട്രാവൽ. നാളെ തുടങ്ങി ഈ ഹാർബറിൽ ഇപ്പോഴത്തെ പെട്ടക്കണ മീനുകൾ അല്ലെങ്കിൽ മീനിന്റെ ബഹളം ആയിരിക്കും നാളെ തുടങ്ങി. ഇപ്പോൾ ഈ കിടക്കണ കാലിയായിട്ട് കാണുന്ന ഈ ഹാർബർ നാളെ മറ്റന്നാളെയൊക്കെ ആയിട്ട് മീൻ കൊണ്ട് നിറയാൻ പോണ ഒരു സമയം വന്നേക്കണേ. ഞാനിവിടെ നിന്നപ്പോൾ ഒരു സാധനം ഇങ്ങനെ ചുമന്നുകൊണ്ട് പോണതുകൊണ്ട് എന്തോ ഒരു ബോട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കണായിരുന്നു പുള്ളിയോട് എന്ത് സാധനമാണ്. ഇതുണ്ടോ? ഇതാണ് ബോർഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതാണ് ബോർഡ്. ഇതിന്റെ വലയുടെ ഫ്രണ്ടിൽ ഇതിണ്ടാവും. ഇത് എത്ര അകലെ തുറന്നു അതിനനുസരിച്ചുള്ളത് വലയും അകലെ വരും. മീൻ കയറണതും അടക്കുകയും ചെയ്യുന്ന വലയുടെ ഫ്രണ്ടിൽ വരുന്നത്. ഇതിപ്പോ എന്താ ഇത് മാറ്റണ ഇതൊക്കെ ചില സമയത്ത് കംപ്ലൈന്റ് ആവും. ഡാമേജ് ആയാല് മീന് മര്യാദക്ക് കിട്ടത്തില്ല. അപ്പൊ അതിനെ റിപ്പയർ ചെയ്ത് പിന്നീട്. ചേട്ടന്റെ പേര്? ചേട്ടന്റെ പേര് ജെയ്സൺ. ജെയ്സൺ എവിടെയുള്ള? ഞാൻ കോടിമേൽ. ബോട്ടില് സ്രാങ്കാണ്. അപ്പൊ നമ്മൾ വേറൊരു സ്രാങ്കിനെ കൂടി പരിചയപ്പെട്ടേക്കണാണ്. അങ്ങനെ മുനമ്പം ഹാർബറിന്റെ എല്ലാ മുക്കും മൂലയും ഞാൻ പോയി നടന്ന് സഞ്ചരിച്ച് കണ്ട് തിരിച്ചു വന്നു. ബോട്ടുകളെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഈ ഒരു ബോട്ടിൽ നിന്ന് വെള്ളം അടിച്ച് ഇങ്ങനെ പുറത്ത്, ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. കഴുകി കളയണതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ബോട്ടിലെ അഴുക്കുകളെല്ലാം
മോട്ടർ അടിച്ച് കഴുകണമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വേറെ വല്ലതും ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഈ യാത്രകളെല്ലാം കഴിഞ്ഞ് ഇന്ന് രാത്രി എനിക്ക് വന്ന് 12 മണിക്ക് ഈ ബോട്ടുകളെല്ലാം എടുത്തു കൊണ്ടുപോകണമെന്ന് കാണണമെന്നുണ്ട്. പക്ഷെ രാത്രി എത്താൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഇപ്പൊ തന്നെ മഴക്കാരെല്ലാം കൂടി മഴ പെയ്യാൻ വേണ്ടി തകൃതിയായിട്ട് നിൽക്കണേ. ഞാൻ അങ്ങനെ ആ പാലത്തിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ബോട്ടുകളെല്ലാം വീക്ഷിച്ച് ഞാനും മനുവും കൂടി ഇങ്ങനെ ബോട്ടുകളെല്ലാം കണ്ട് ഒരു ബോട്ട് ഒതുക്കിയിടുന്ന ഒക്കെ കണ്ട് ഇങ്ങനെ നല്ല രസമുണ്ട്. ഇങ്ങനെ ബോട്ടുകൾ നിരത്തി നമ്മുടെ നാട്ടിലൊക്കെ ഓട്ടോറിക്ഷകളും ബസ് സ്റ്റാൻഡിൽ ബസ്സൊക്കെ നിരത്തിട്ടേക്കണ പോലെ. വീഡിയോ എല്ലാം എടുത്ത് തിരിച്ച് വന്നതിന് ശേഷം ഏത് മുഖം വരയ്ക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പക്ഷെ എനിക്ക് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ ആദ്യം ഈ വീഡിയോ എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴും ആ ചേച്ചിയുടെ മുഖമായിരുന്നു. എന്നോട് ഭയങ്കരമായിട്ട് തർക്കുത്തരം പറഞ്ഞ് തർക്കിച്ച ആ ചേച്ചിയുടെ വീഡിയോ ആയിരുന്നു. എന്നോട് പറയുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ എന്നെ അതിമനോഹരമായിട്ട് സുന്ദരമായിട്ട് എടുക്കണം കേട്ടോ, എനിക്ക് മക്കളും എൻ്റെ മോനൊക്കെ എന്നെ കളിയാക്കുന്നു. ഞാൻ പറഞ്ഞു വീഡിയോ തന്നെ അല്ല എടുക്കണം, ഞാൻ ചേച്ചിയുടെ പടം തന്നെ വരച്ച് തരാം എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് പോകുന്നു. ഈ വീഡിയോ ഈ ചേച്ചി കാണുന്നുണ്ടാവുമോ, ഇനി ആ ചേച്ചിനെ കാണുമോ എന്നാവും. എല്ലാ വീഡിയോയിലും പറഞ്ഞല്ലോ നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളും വീഡിയോ എടുത്ത് വരയ്ക്കുന്ന ആൾക്കാരുടെ ചിത്രങ്ങൾ ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റാറില്ല. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചേച്ചി കമൻറ്റ് ചെയ്യണം കേട്ടോ.